ഭാഗത്തേക്ക് ഈ അനുഗ്രഹീതമായ സന്ധിയിൽ പതിവ് പോലെ കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വാഴ്വുകൾ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവിടെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുവാൻ പൂർണ്ണസമയമായും ജോലിയോടും മറ്റ് നമ്മുടെ ഉപജീവന കാര്യാദികളോടും ഒപ്പവും നമ്മിൽ പലരെയും ദൈവം സഹായിക്കുന്നു. അതിനെല്ലാറ്റിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് രാത്രിയിലും പതിവ് പോലെ തിരുവെഴുത്തുകൾക്ക് മുമ്പിലായിരിക്കാൻ ദൈവം നൽകുന്ന വിലയേറിയ അവസരത്തെ സ്തോത്രത്തോടുകൂടെ നമുക്ക് കൈകാര്യം ചെയ്യാം. വീണ്ടും ആദരണീയരായ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് 4ഉം 5ഉം അധ്യായങ്ങളിൽ കാണുന്ന ദൈവാരാധന, കുഞ്ഞാടിന്റെ ആരാധന എന്നീ ഭാഗങ്ങളിലേക്ക് ആണല്ലോ. 4ാം അധ്യായത്തിൽ പൊതുവെ പിതാവായ ദൈവത്തെ 4 ജീവികളും 24 മൂപ്പന്മാരും മഹത്വപ്പെടുത്തുന്നു. 5ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തോടൊപ്പം അഥവാ സിംഹാസനസ്ഥനായ പിതാവിനോടൊപ്പം അറുക്കപ്പെട്ട കുഞ്ഞാടിനെയും കൂടെ വാഴ്ത്തുന്നു. പ്രധാനമായും 5ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ പ്രകീർത്തിക്കുന്നതാണ് നാം കാണുന്നത്. കുഞ്ഞാട് ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. ആ കുഞ്ഞാടിന്റെ പ്രത്യേകത അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട്. സ്തോത്രം. അതിൽ ഏറ്റവും ആദ്യം 4 ജീവികളും 24 മൂപ്പന്മാരുമാണ് കുഞ്ഞാടിനെ പ്രകീർത്തിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രധാന ആരാധക വൃന്ദം 24 മൂപ്പന്മാരാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് നമുക്കവരെ വിളിക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ആരാധനാ ഗീതത്തെ സ്വർഗീയ ദൂതന്മാർ ഏറ്റുപാടുന്നു. അങ്ങനെ തന്നെ അല്ല, വാക്കുകൾക്കും ഘടനയ്ക്കും വ്യത്യാസമുണ്ട്. പക്ഷേ ദൂതന്മാരും കുഞ്ഞാടിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതിൽ 7 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കുഞ്ഞാടിന് യോഗ്യമാണ്, അർഹമാണ് എന്ന് പറയുന്നതായിട്ട് നമ്മൾ 12ാമത്തെ വാക്യത്തിൽ കണ്ടു. സ്തോത്രം. അതിൽ ഏതാണ്ട് 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. കുഞ്ഞാട് എന്തൊക്കെ സ്വീകരിപ്പാൻ യോഗ്യനാണ്? ശക്തി, ധനം, ജ്ഞാനം, പിന്നെ ബലം, ഓണർ, ഗ്ലോറി. സ്തോത്രം. ഓണർ അഥവാ മലയാളത്തിൽ ബഹുമാനം. അതിൽ ഈ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ അത് തീർത്തിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നും ഇല്ല എന്ന് കരുതുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, പാപങ്ങളെ പരിഹരിക്കുകയും നമ്മെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും
ചെയ്യുന്നവനാണ്. സ്തോത്രം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോയേക്കാം. Hebrews 1:3. The Son is the radiance of God's glory and the exact representation of his being, sustaining all things by his powerful word. After he had provided purification for sins, he sat down at the right hand of the Majesty in heaven. Praise God. അതിന്റെ ലാസ്റ്റ് പാർട്ട്, അവസാന ഭാഗമാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം മഹിമയുടെ വലഭാഗത്ത് യേശു ഇരുന്നു. Is full of Christological thoughts. എബ്രായ ലേഖനം മുഴുവനും ക്രിസ്തുമയമാണ്. പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായം യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ നമുക്ക് ഒരു വർഷമെങ്കിലും പഠിക്കാനുള്ളത് നമുക്ക് ഇതിനകത്തിലുണ്ട്, ഈ ഒറ്റ അധ്യായത്തിലുണ്ട്. അവിടെ പറയുന്നു, what did he do? Having provided a remedy for sins, he sat down at the right hand of the glory. യേശു പാപങ്ങളെ പരിഹരിച്ചു. സ്തോത്രം. യേശു പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നു, ഇപ്പോഴും ഇരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കർത്താവിന് ബഹുമാനം കൂടുതൽ അർപ്പിക്കുന്നതിന് കാരണമാണ്. സ്തോത്രം. ഇവയിലെല്ലാം വെളിപ്പെടുന്നത് യേശുവിന്റെ ദൈവത്വമാണെന്നുള്ളത് വീണ്ടും ഓർത്തുകൊള്ളുക. In all these areas, Jesus' divinity is revealed. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ വെളിപ്പാടാണ് നാം ഇവിടെയെല്ലാം കാണുന്നത്. അപ്പോൾ യേശു 7 കാര്യങ്ങൾ, ആ 7 എന്നുള്ളതും നമുക്കറിയാം പൂർണ്ണതയെ, ദൈവീക പൂർണ്ണതയെ കാണിക്കുന്നതാണല്ലോ. സ്തോത്രം. അപ്പോൾ യേശു ഈ 7 കാര്യങ്ങൾ സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് പറയുന്നതിലൂടെ, സ്തോത്രം, ദൈവീക പൂർണ്ണതയുടെ മൂർത്തിമത് ഭാവമാണ് എന്നുള്ളതും കൂടെ വെളിപ്പെടുകയാണ്. So Christ's deity is very much revealed here in these 7-fold praises to the slain Lamb of God. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്, സ്തോത്രം, യോഗ്യൻ എന്നുള്ള പ്രത്യേകത നാം ഇവിടെയെല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത 2 കാര്യങ്ങൾ കൂടെ നാം കാണുന്നുണ്ട്. യേശു മഹത്വം സ്വീകരിക്കുവാൻ യോഗ്യൻ. സ്തോത്രം. മഹത്വം. He is worthy to receive glory. ഗ്ലോറി അഥവാ മഹത്വം, അതിനും 2 അർത്ഥതലങ്ങൾ ഉള്ളതായി നമുക്കറിയാം. സ്തോത്രം. ഒന്ന്,
തേജസ് എന്ന അർത്ഥത്തിലുണ്ട്. ഗ്ലോറി മീൻസ് ദ റേഡിയൻസ്, മഹത്വം, ശോഭ, തേജസ്, വെളിച്ചം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മഹത്വം എന്ന പദം ഉപയോഗിക്കാറുണ്ട്, ഗ്ലോറി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. മറ്റൊരർത്ഥം നമുക്കറിയാം, ഗ്ലോറിഫൈങ്, ആക്ട് ഓഫ് ഗ്ലോറിഫൈങ്, മഹത്വീകരിക്കുക എന്ന ഒരു ഭാഗമാണ്. അവിടെ പുകഴ്ച, എക്സോൾട്ടേഷൻ, praises, similar to worship, worthy of worship. ആരാധനയ്ക്ക് യോഗ്യൻ എന്ന അർത്ഥമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ മഹത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മഹത്വപ്പെടുത്തുക. One is glorification and the other one is glorifying, giving him the glory. യേശു മഹത്വത്തിന് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ. സ്തോത്രം. അവൻ തേജോമയനാണ്. സ്തോത്രം. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം ഓർമ്മ കാണുമല്ലോ, എബ്രായർ 1:3. എന്താണ്? തേജസ്സിന്റെ പ്രഭ. യേശു ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്. സ്തോത്രം. ദൈവം തേജസ് ആണെങ്കിൽ, കത്തി നിൽക്കുന്ന ഒരു ബൾബാണെങ്കിൽ, ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണെങ്കിൽ, യേശു ആ സൂര്യ വെളിച്ചം, പ്രഭയാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ തേജസ്സിനെയാണ് അത് കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് അത് കാണിക്കുന്നത്. സ്തോത്രം. അവന്റെ ആളത്വത്തെയാണ് അത് കാണിക്കുന്നത്. യോഹന്നാൻ 1:16 ജോൺ 1:16. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. 14 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. യേശു ക്രിസ്തു ജഡമായി തീർന്നു. ദൈവമായിരുന്നവൻ, ആദ്യം മുതലേ ഉണ്ടായിരുന്നവൻ, ദൈവത്തോട് കൂടെയായിരുന്നവൻ ജഡമായി തീർന്നു. എന്നിട്ട് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ അവൻ പാർത്തു. സ്തോത്രം. കൃപയും സത്യവും നിറഞ്ഞവനായി. എന്നിട്ട് നാം 14 വാക്യത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. We saw his glory, such glory as an only begotten son receives from his father. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ നമ്മെപ്പോലെ പാർത്ത വെളിപ്പെട്ട യേശു. പക്ഷേ അവിടെ യോഹന്നാൻ ഒരു കാര്യവും കൂടെ പറയുന്നു. അവരെന്ത് കണ്ടുവെന്നാണ്? ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കണ്ടോ? സ്തോത്രം. അവന്റെ തേജസ്, ഗ്ലോറി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഏകജാതനായവന്റെ തേജസ്സായിട്ട് ഞങ്ങൾ
യേശുവിന്റെ തേജസ് കണ്ടു. സ്തോത്രം. ഈ രണ്ടർത്ഥത്തിലും അവിടെ അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആ തേജസ് ഒരു ഗ്ലേസിംഗ് ആയി, ഒരു ശോഭയായി, ഒരു സൗന്ദര്യമായി, ഒരു വശ്യരൂപമായി യേശുവിൽ കണ്ടു എന്നാണ് യോഹന്നാൻ പറയുന്നത്. സ്തോത്രം. നമ്മൾ ചിലരൊക്കെ പറയാറില്ലേ, ആ എന്ത് ശാലീനതയാണെന്ന്. അത് മുഖത്തിന്റെ സൗന്ദര്യം കൊണ്ടൊന്നുമല്ല, ആകമാനമായി ചിലരുടെ ആളത്വം അങ്ങനെ ആകർഷകമാണ്, ആകർഷണീയമാണ്. സ്തോത്രം. അതിൻ്റെ ഒരു വലിയ അളവിലായിരുന്നു അപ്പോസ്തോല ത്രയങ്ങൾ, അപ്പോസ്റ്റോളിക് ട്രിനിറ്റി. ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. പത്രോസും യാക്കോബും യോഹന്നാനും. അപ്പോസ്റ്റോളിക് ട്രിനിറ്റി, അപ്പോസ്തോലിക ത്രയങ്ങൾ. മറുരൂപമലയിൽ വെച്ച് യേശുവിന്റെ തേജസ് കണ്ടു. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷി, മഹിമ കണ്ട സാക്ഷികൾ. We testify to the glory of Jesus. We saw it. We are witnesses for the glory of Jesus. For the glory of Jesus. We saw it. സ്തോത്രം. അത് പത്രോസ് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നു, അത് ഞങ്ങൾ പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ് പോലെ കണ്ടു. ആംപ്ലിഫൈഡ് അതിനെ ആംപ്ലിഫൈ ചെയ്തിരിക്കുന്നത്, we saw his glory, such glory as an only begotten son receives from his father. പിതാവായ ദൈവത്തിങ്കൽ നിന്ന് ഏകജാതനായവൻ സ്വീകരിക്കുന്ന തേജസ്സായി ഞങ്ങളത് കണ്ടു. ഓർക്കുക, യേശുക്രിസ്തു, സ്തോത്രം, സൗന്ദര്യ സമ്പൂർണനാണ്, തേജോപൂർണനാണ്. അനാദി മുതൽ അനന്തത വരെ യേശു ഈ മഹത്വത്താൽ നിറയപ്പെട്ടിരിക്കുന്നവനാണ്. എന്നാൽ ഒരല്പകാലത്തേക്ക് ഒരു ദിവസമെന്ന് ദൈവത്തിന് വിശേഷിപ്പിക്കാൻ ഒക്കാത്തത്ര ഹ്രസ്വമായ ഒരു കാലം. നമ്മൾ 33 വർഷമെന്നും 3.5 കൊല്ലമെന്നും ഒക്കെ പറയുമെങ്കിലും ദൈവത്തിന്റെ കണക്കിൽ ഒരു ബിന്ദുവിന് പോലും സമമല്ലാത്തത്ര ഒരു ചുരുങ്ങിയ കാലത്തേക്ക് അവൻ എന്ത് ചെയ്തു? ആ തേജസ് ഉരിഞ്ഞു വെച്ചിട്ട്, സ്തോത്രം, അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും കാണപ്പെട്ടു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി തീർന്നു. ഒരു കോമളത്വമില്ലാത്തവനായി മാറി. ആര്? ഈ തേജോമയനായ കർത്താവ്. സ്തോത്രം. ദിസ് ഗ്ലോറിയസ് ലോർഡ്. യെശയ്യാവ് അവനെ ആത്മാവിൽ കണ്ടത് ഒരു കോമളത്വവുമില്ലാത്ത, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്ത, രൂപഗുണമില്ലാത്ത
ഒരു ആൾ, ഒരു മനുഷ്യൻ എന്ന് പറയാൻ പോലും ഒക്കാത്ത തരത്തിൽ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ ത്യാഗം, തേജസ് ഉരിഞ്ഞു വെച്ചതും അതിന്റെ സമ്പൂർത്തി ക്രൂശിൽ നിവർത്തിക്കുന്നതും എഴുതി വച്ചിരിക്കുക. Isaiah saw in spirit what would happen with Christ, the hope of glory, when he will be manifested in the flesh, which would climax on the cross. That was very much pictured in Isaiah 53. തേജോമയനായ കർത്താവ്. ഇവിടെ ദൂതന്മാർ ഏറ്റുപടുകയാണ്, തേജസ് അഥവാ മഹത്വം ലഭിപ്പാൻ, സ്വീകരിപ്പാൻ അങ്ങ് യോഗ്യൻ. വീണ്ടും അതിന്റെ അർത്ഥം, മഹത്വം ആർക്കു മാത്രമാണ് യോഗ്യം? ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന് മാത്രമാണ്. അപ്പോൾ ഇവിടെ സ്തോത്രം, യേശു മഹത്വം സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് പറയുമ്പോൾ സ്തോത്രം, അതിന്റെ അർത്ഥം യേശു ആരാണെന്ന? ദൈവമാണ്. യു ആർ ഗോഡ്, ഓ സ്ലെയിൻ ലാംബ് ഓഫ് ഗാഡ്. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടേ, അങ്ങ് ദൈവം തന്നെ. മഹത്വം, ആരാധന സ്വീകരിപ്പാൻ നീ യോഗ്യൻ. സ്തോത്രം. നീ തേജോപൂർണനുമാണ്, ആരാധനയ്ക്ക് ഏകയോഗ്യനുമാണ്. സ്തോത്രം. വീണ്ടും പറയട്ടെ, ഈ ഒരു ബോധ്യം വേണം നമ്മെ ആരാധനയിലേക്ക് നയിക്കുവാൻ. ഈ ഒരു ബോധ്യം വേണം നമ്മെ ആത്മീയതയിലേക്ക് നയിക്കുവാൻ. സ്തോത്രം. തേജസ് അഥവാ മഹത്വം യേശുക്രിസ്തുവിന് മാത്രം യോഗ്യം. വേറെ ആരെയും നാം പുകഴ്ത്തരുത്, മഹത്വപ്പെടുത്തരുത്, മനുഷ്യനെ ഉയർത്തരുത്. സ്തോത്രം. വ്യർത്ഥമായ പദങ്ങൾ നാം ഉപയോഗിക്കരുത്. നമ്മുടെയൊക്കെ ഇടയിൽ അർത്ഥരഹിതമായി നാം പല പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. ചിലരൊക്കെ ആവേശം മൂത്ത് നാക്ക് പഴച്ച് മനുഷ്യന്മാർക്ക് സ്തോത്രവും പുകഴ്ചയൊക്കെ കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ ദാസന് സ്തോത്രം ചെയ്തു. വിലയേറിയ ദൈവദാസൻ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ. ഈ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പോലും പറയുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡാഷ് അവറുകൾ. ആ ഡാഷ് എന്നുള്ളിടത്ത് നിങ്ങൾ പൂരിപ്പിച്ചു. സ്ഥാനപ്പേരാകാം, ഒരാളിന്റെ പേരാകാം, ഒക്കെ ആ ഡാഷിന്റെ അവിടെ അത് നിങ്ങൾ പൂരിപ്പിച്ചോളൂ. ദൈവത്തോട് പോലും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട, പിന്നെ ചിലപ്പം റെവറൻഡും ഡോക്ടറും ഒക്കെ പറയും. ദൈവത്തോടാ പറയുന്നതെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? സ്തോത്രം. എന്നിട്ട് ഒടുവിൽ ദൈവത്തോട് അവറുകൾ. ബഹുമാനപ്പെട്ട ഓൾറെഡി പറഞ്ഞു, പിന്നെ പദവി പറഞ്ഞു, പിന്നെ പേരും, ചിലപ്പോ അക്കൂട്ടത്തിൽ സാറൊന്നും കൂടെ ചേർത്തേക്കാം.
അതും പോരാഞ്ഞിട്ടാണ് അവറുകളും കൂടെ കൂട്ടിച്ചേർക്കുന്നത്. ഇത് ദൈവത്തോടല്ലേ പറയുന്നത്? അരുത്. ഈ മഹത്വീകരണമൊക്കെ, സ്തോത്രം, ഈ മഹത്വപ്പെടുത്തലൊക്കെ ആർക്കേ ആകാവൂ? ദൈവത്തിന്, ക്രിസ്തുവിന് മാത്രമേ ആകാവൂ. ക്രിസ്തു മാത്രമാണ് അതിന് യോഗ്യൻ. ക്രിസ്തു മാത്രമാണ് അതിന് യോഗ്യൻ. ഈ മഹത്വം ഒന്നും പ്രാപിക്കുവാൻ ഞാനും നിങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. പൗലോസ് പറയുന്നത് പോലെ, ഇനി അഥവാ എന്നിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാപ്തി, ഒരു എബിലിറ്റി, കേപ്പബിലിറ്റി കണ്ടെങ്കിൽ അത്, ബാക്കി നിങ്ങൾ പറഞ്ഞു. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഗ്രേസ് ഓഫ് ഗാഡ്, എനിക്ക് പകരപ്പെട്ട എന്നിലുള്ള ദൈവകൃപയാണ്. മറ്റൊന്ന് ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാകുന്നു. യേസനൽ ബ്രദർ, ഞങ്ങളുടെ പ്രാപ്തി ഒന്ന് ദൈവത്തിന്റെ കൃപയാണ്, മറ്റൊന്ന് അത് ദൈവത്തിന്റെ ദാനമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിച്ചതാ, ബസ്, അത്രേ ഉള്ളൂ. എങ്കിൽ നമുക്കതിൽ കോളറ് പിടിക്കാനായിട്ടൊന്നുമില്ല. ഇനി ആരെങ്കിലും നമ്മളെ ഒന്ന് പുകഴ്ത്താമെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് സ്വീകരിക്കരുത് കേട്ടോ. അവിടുന്ന് തന്നെ അങ്ങോട്ടങ്ങ് തിരിച്ചു വിട്ടേക്കണം. നമ്മിലേക്ക് വരരുത്, ഇങ്ങോട്ടൊന്ന് തിരിച്ച് അങ്ങോട്ടങ്ങ് പൊക്കോണം. സ്തോത്രം. ചിലപ്പം ആരെങ്കിലും അല്പം പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ട്, പാസ്റ്ററെ ഇന്നയാൾക്ക് കൊടുത്തേക്കണേന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, എന്തിനാ എൻ്റെ അക്കൗണ്ടിൽ കൂടെ കയറ്റി ഇറക്കുന്നത്? നേരിട്ട് അങ്ങോട്ടും കൊടുത്തോ, ഇന്ന അക്കൗണ്ട് നമ്പർ. അതിങ്ങോട്ട് വാങ്ങാതെ നേരിട്ട് അങ്ങോട്ടൊന്ന് തിരിച്ച് ചാനലൈസ് ചെയ്താൽ മതി. നാം ആരും ദൈവത്തിന് അർഹമായ മഹത്വം സ്വീകരിക്കരുത്. ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ നമ്മളെ പുകഴ്ത്തിയേക്കാം എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്. പക്ഷേ അങ്ങനെയെങ്ങാനും പുകഴ്ത്തിയാലും അതിലൊന്നും നമ്മൾ പുകഴാൻ പോകരുത്. 3, നമ്മൾ ഒരു മനുഷ്യനെയും പുകഴ്ത്തുകയും ചെയ്യരുത്. സ്തോത്രം. ഈ പുകഴ്ച, ഈ മഹത്വം, അതിനൊക്കെ യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഗുഡ് ന്യൂസിൽ വന്ന ഒരു ചെറിയ കോളം, മാനവും മഹത്വവും അപ്പച്ചൻ. പ്രാർത്ഥനയുടെ ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെ പറയാറുള്ളതാ. എന്നിട്ട് ചർച്ചിലെ പുൾപിറ്റയിൽ ഒരു പ്രായമുള്ള അപ്പച്ചൻ ഇരിപ്പുണ്ട് താനും. അപ്പം കാർട്ടൂൺകാരൻ പറയാ, മാനവും മഹത്വവും അപ്പച്ചന്. അപ്പച്ചന് ഒരു സുഖം, ഈ കൊടുത്ത ആൾക്കും സംരക്ഷണം അപ്പച്ചന് കൊടുത്തത് കൊണ്ട്. സ്തോത്രം. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. അവൻ മാത്രം മഹത്വത്തിന് യോഗ്യൻ. സ്തോത്രം. മഹത്വത്തിന് യോഗ്യൻ. അവൻ മഹത്വത്തിന് യോഗ്യനാകുന്ന പ്രധാന കാരണം ക്രൂശിലെ യാഗം. അവൻ അറുക്കപ്പെട്ടു. ആ ക്രൂശിലൂടെ അവൻ വിജയം വരിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ മഹത്വത്തിന്
യോഗ്യനാണ്. അടുത്തത് 7-ാമത് എന്താ പറയുന്നത്? ദൂതന്മാർ പാടുന്നത് ബ്ലെസ്സിങ്, പ്രൈസ് അല്ലെങ്കിൽ ബ്ലെസ്സിങ്. സ്തോത്രം. മലയാളത്തിൽ സ്തോത്രം എന്നാണെന്ന് തോന്നല്ലേ? അതെ, സ്തോത്രം. സ്തോത്രം. ബ്ലെസ്സിങ് എന്ന് കണ്ടുകൊണ്ട് ചിലരൊക്കെ അതിനെ അനുഗ്രഹം എന്ന് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽക്കുള്ള അഷ്ടഭാഗ്യവർണ്ണനകൾ, ബിയാറ്റിറ്റ്യൂഡ്സ് പഠിച്ചപ്പോൾ ബ്ലെസ്സിങ് എന്നതിൻ്റെ അർത്ഥത്തെ പറ്റി പഠിച്ചിരുന്നു. 2 അർത്ഥങ്ങളിൽ നമുക്ക് ആ പദം കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യനോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഓർമ്മ കാണുമായിരിക്കും. Oh, how happy. Oh, how happy is that particular person. ഒരു ക്രിസ്തു വിശ്വാസി, ഒരു ക്രിസ്തു ശിഷ്യൻ, അവൻ എത്ര ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അവൻ എത്ര സന്തോഷവാൻ എന്ന അർത്ഥമാണ്. ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത തരത്തിലുള്ള സന്തോഷത്തിന്റെ ഉടമ എന്നാണ് മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ആ പദത്തിന്റെ അർത്ഥം. സ്തോത്രം. ടു പ്രൊനൗൺസ് ഹാപ്പി. നാം അത് അഷ്ടഭാഗ്യവർണ്ണനയിൽ കണ്ടതാണ്. മക്കാരിയോസ് എന്ന പദം. ലൂക്കോസ് 1-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ വാക്യത്തിൽ മറിയയും പറയുന്നത് അതേ പദം തന്നെയാണ്. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ആ വാഴ്ത്തും എന്നുള്ള ആ പദം ഭാഗ്യവതി എന്നാണ്. എന്ന് പറഞ്ഞാൽ നീ എത്ര സന്തോഷവതിയാണ് എന്ന അർത്ഥമാണ്, അല്ലാതെ വാഴ്ത്തുക എന്ന അർത്ഥം അല്ല. അതേസമയം ഇവിടെ വെളിപ്പാട് 5:12 അവസാനം, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ ഈ ബ്ലെസ്സിങ് എന്നുള്ളത് ദൈവവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലാകുമ്പോൾ നമ്മുടെ ഭാഷയിൽ ബ്ലെസ്സിങ് എന്ന് തന്നെയാണ് എങ്കിലും മൂലഭാഷയിൽ പദം മാറി. മക്കാരിയോസ് എന്ന പദമല്ല അവിടെ, യുലേജിയ എന്ന പദമാണ്. യുലേജിയ എന്ന പദം, യൂലോജിയോ എന്ന പദം. ആ യൂലോജിയോ എന്ന് പറഞ്ഞാൽ എക്സോൾട്ടിങ് എന്നാണ്. സ്തോത്രം. Celebrate with praises. It's not a mere pronouncing happy, but when eulogio is used, it is a celebration by praising, by exalting a person. Stotram. That is used only in relation with God, not with man. സ്തോത്രം. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ഈ പദം ഉപയോഗിച്ചുകൂടാ. ഒരു മനുഷ്യനെയും നമ്മൾ പുകഴ്ത്തരുത് ഈ നിലയിൽ. സ്തോത്രം. Exalting, just showering or burying with praises അരുത്. സ്തോത്രം. ഇവിടെ യേശുവിനോട് സ്വർഗീയ ദൂതസംഘം
പാടി പറയുകയാണ്, യേശുവേ, അറുക്കപ്പെട്ട കുഞ്ഞാടേ, സ്തുതികൾക്ക്, സ്തോത്രത്തിന്, പുകഴ്ചയ്ക്ക് അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ. സ്തോത്രം. മലയാളത്തിൽ സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നു, തെറ്റില്ല. നമ്മള് മുമ്പൊരിക്കൽ കണ്ടിട്ടുള്ള കാര്യമാണ് തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതിനാൽ പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതിനൊരു പ്രധാന കാരണം ഓർമ്മ കാണും നിങ്ങൾക്ക്. 1 കൊരിന്ത്യർ 10:16 വാക്യമാണ്. അവിടെ നമ്മൾ കാണുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? പ്രൈസിംഗ് എന്നുള്ള വേർഡ്. അതെ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി സഭ ആചരിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷ അനുഗ്രഹ ശുശ്രൂഷയാണെന്ന് ഈ വാക്യം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ അപ്പച്ചന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഇന്നും പറയുന്നു, ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എന്തോ വിശേഷപ്പെട്ട ഒരു അനുഗ്രഹം ലഭിക്കുന്നു എന്ന്. ഇല്ല, അത് തെറ്റായ ഉപദേശമാണ്. അവിടെ കൊടുത്തിട്ടുള്ള പദം എന്താണ്? ദൈവമായിട്ടുള്ള ബന്ധത്തില്. കപ്പ് ഓഫ് ബ്ലെസ്സിങ് എന്നാണ്. കപ്പ് ഓഫ് ബ്ലെസ്സിങ്. അതിനവിടെ കൊടുത്തിരിക്കുന്നത് യൂക്കാരിസ്റ്റ് എന്ന പദമാണ്. യൂക്കാരിസ്റ്റ് ഗ്രീക്കില്. ആ യൂക്കാരിസ്റ്റ് എന്നുള്ളതിന് സ്തോത്രം എന്നാണ് അർത്ഥം. ഹിന്ദിയിൽ അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, ധന്യവാദ് കി കട്ടോര. അതുകൊണ്ടാണ് നാം ഇതിനെ സ്തോത്ര ശുശ്രൂഷ എന്ന് പറയുന്നത്. കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് ഇൻ NIV. ഗുഡ്. That is absolute. Cup of thanksgiving. ഇവിടെയും വെളിപ്പാട് 5:12 നാം കാണുന്നത് താങ്ക്സ് ഗിവിംഗ്, സ്തോത്രം, നന്ദി അർപ്പിക്കൽ, സ്തുതി, ഉയർത്തപ്പെടുക, പുകഴ്ത്തപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ സ്തോത്രത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും ഒക്കെ യോഗ്യൻ കുഞ്ഞാടേ അങ്ങ് മാത്രം, അങ്ങ് മാത്രം. സ്തോത്രം. അതുപോലെ പാസ്റ്റർ, ഈ ലൂക്കോസ് 1:48 ഹിന്ദിയിലും കൊടുത്തേക്കുന്നത് ധന്യ കഹേഗ എന്നാണ്. ഇംഗ്ലീഷിലും അല്ലാണ്ട് വാഴ്ത്തുക എന്നല്ല. അതെ, അത് തെറ്റായ പരിഭാഷയാണ്. ധന്യ, ആ ധന്യ എന്നുള്ളതിന് ഈ ഭാഗ്യവതി അല്ലെങ്കിൽ സന്തോഷവതി എന്നാണ്. നീ എത്ര സന്തോഷവതിയാടി, എല്ലാവരും എന്നെ സന്തോഷവതി എന്ന് പറയും. അവിടെ നമ്മുടെ ഭാഷയിലേക്ക് വന്നപ്പോഴേക്കും വാഴ്ത്തുക എന്ന ഒരു അനാവശ്യ പ്രയോഗം അവിടെ വന്നിരിക്കുന്നു. ഈ ഭാഗ്യവതി എന്നും വാഴ്ത്തുക എന്നും ഉള്ളത് ഒരേ പദമാണ്, ഒരേ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തെറ്റാണത്. മൂലഭാഷയിൽ 2 പദങ്ങളാണ്, വ്യത്യസ്ത പദങ്ങളാണ്. ആ 2 പദങ്ങൾക്കും ഈ അർത്ഥം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടിൻ്റെയും പരാമർശം ഒന്ന് മനുഷ്യനോടുള്ള ബന്ധത്തിലും മറ്റേത് ദൈവത്തോടുള്ള ബന്ധത്തിലുമാണ്. യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കിയത് കൊണ്ടാണ് ആ ശുശ്രൂഷയ്ക്ക്
സ്തോത്ര ശുശ്രൂഷ എന്ന് പേര് വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് യൂക്കാരിസ്റ്റ്, മിനിസ്ട്രി ഓഫ് താങ്ക്സ് ഗിവിംഗ്. അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ അപ്പത്തിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ എന്ന്. നമ്മൾ പിന്നെ മന്ത്രവാദി പൂച്ചയെ പിടിച്ചടച്ചിട്ടതുപോലെ അന്നേരം 2 സ്തോത്രം പറയും. അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. ഞാനതുകൊണ്ട് ശുശ്രൂഷിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഈ അപ്പം പ്രതിനിധാനം ചെയ്യുന്ന യേശുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഈ അപ്പത്തിന് വേണ്ടിയല്ല, ഈ ഗോതമ്പ് റൊട്ടിക്ക് വേണ്ടിയല്ല സ്തോത്രം ചെയ്യുന്നത്. പിന്നെ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാർമിക ശരീരമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നുറുക്കപ്പെട്ട ദേഹമാണ്. അത് ഓർത്തുകൊണ്ട് വേണം ഈ അപ്പത്തിന് സ്തോത്രം ചെയ്യാൻ. അപ്പത്തിന് എന്ന് പറഞ്ഞാൽ അപ്പത്തിന് വേണ്ടി സ്തോത്രം. അപ്പോൾ സ്തോത്ര ശുശ്രൂഷയാണ്. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് തിരികെ വരുന്നു. ഇവിടെ ബ്ലെസ്സിങ്, പ്രൈസ്, താങ്ക്സ് ഗിവിംഗ്. ഓ slain lamb of God, you are worthy to receive praises. You are worthy of thanksgiving. You are worthy of exaltation, of praises. Stotram. We magnify you because we acknowledge you are worthy. ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് മാത്രം അതിന് യോഗ്യനെന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം. ഈ ഒരു തിരിച്ചറിവോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. സ്തോത്രം. അപ്പോൾ ദൂതന്മാരുടെ സപ്തവിധമായ സ്തോത്രഗാന ശുശ്രൂഷ, ആരാധനാഗാന ശുശ്രൂഷയാണ് ഇവിടെ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും വിശദീകരണം? സ്തോത്രം. ഓക്കെ. ഇവിടെ ഈ ദൂതന്മാർ, ഈ എണ്ണമറ്റ ദൂതന്മാർ, ഇവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടാണോ അവർ ഈ സന്തോഷത്തോടെ ഈ പാടുന്നത്? അല്ല. സ്തോത്രം. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാണോ? അതുമല്ല. ഈ ദൂതന്മാരും താഴോട്ട് വരുമ്പോ ഇനിയുണ്ട് സകല സൃഷ്ടികളും കൂടെ പാടുന്നുണ്ട്. ഈ ദൂതന്മാരും ഈ സർവ സൃഷ്ടിയും എന്തിനാ പാടുന്നത്? എന്താ അവര് ചെയ്യുന്നേ? 2 കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്. അതിലൊന്ന്, they are rejoicing for what the humankind received. മനുഷ്യകുലത്തിന് ലഭിച്ചതിൽ ഈ ദൂതന്മാരും സർവ സൃഷ്ടിയും ആഹ്ലാദചിത്തരാണ്. ഇവർക്കാർക്കും ഒന്നും കിട്ടിയിട്ടില്ല. സൃഷ്ടികൾക്ക് പിന്നെയും പറയാം ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലുണ്ടെന്ന്. എന്നാൽ ഈ ദൂതന്മാരെ സംബന്ധിച്ചോ ഒന്നുമില്ല. അവർക്ക് വേണ്ടി അല്ല ക്രിസ്തു മരിച്ചത്. അവർക്ക് വേണ്ടി അല്ല യേശു തിരുമഹത്വം വെടിഞ്ഞത്. എബ്രായർ 2 അവസാന വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല,
യേശു വന്നത്. പിന്നെ അബ്രഹാമിന്റെ സന്തതിയെ, മനുഷ്യജാതിയെ. അപ്പൊ ദൂതന്മാർക്ക് വേണ്ടി അല്ല യേശു വന്നതും മരിച്ചതും ഉയർത്തതും ഒന്നും. എന്നിട്ടും ഈ ദൂതന്മാരെല്ലാവരും ദൈവസഭയോട് ചേർന്ന് വീണ്ടെടുക്കപ്പെട്ടവരോടൊപ്പം വീണ്ടെടുപ്പുകാരനെ പാടി വാഴ്ത്തുകയാണ്. സ്തോത്രം. ദൂതന്മാർക്കൊന്നും കിട്ടിയിട്ടല്ല, കിട്ടാനുമല്ല. അവർക്ക് വേണ്ടി ഒന്നും ഒട്ടുവെച്ചിട്ടുമില്ല. സ്തോത്രം. പണ്ട് അവർ ചെയ്തു വന്ന അതേ ശുശ്രൂഷ സ്വർഗത്തിൽ അനുസ്യൂതം അനന്തതയോളം അവർ തുടരുക തന്നെയായിരിക്കും. സ്തോത്രം. പക്ഷേ മനുഷ്യന് ലഭിച്ച വീണ്ടെടുപ്പിൽ, മനുഷ്യന് ലഭിച്ച പാപമോചനത്തിൽ, മനുഷ്യന് ലഭിച്ച രക്ഷയിൽ അവരും ആഹ്ലാദിക്കുന്നു, അവരും സന്തോഷിക്കുന്നു. അപ്പോൾ ദൂതന്മാർ ഈ ആരാധനാഗീതം പാടുവാനുള്ള രണ്ട് കാരണങ്ങൾ: ഒന്ന്, നമുക്ക് ലഭിച്ച രക്ഷയിൽ, വീണ്ടെടുപ്പിൽ അവർ സന്തോഷിക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവർ നിത്യതയിലും ദൈവത്തിന്റെ, വിശേഷിച്ച് ഇവിടെ ദൈവ കുഞ്ഞാടിന്റെ യോഗ്യതയെ തിരിച്ചറിയുന്നു. പ്രിയരെ, നമ്മുടെയും ആരാധനയുടെ ശരിയായ രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തെങ്കിലും കിട്ടാനോ എന്തെങ്കിലും കിട്ടിയത് കൊണ്ടോ അല്ല. പകരം നമ്മുടെ കർത്താവ്, അവൻ മാത്രം ആരാധനയ്ക്ക്, സ്തുതികൾക്ക് യോഗ്യനാണെന്നുള്ള തിരിച്ചറിവിൽ വേണം, സ്തോത്രം, നാം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇത്രയും വ്യക്തമാണോ? ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, the wrong way of worship, ആരാധനയുടെ തെറ്റായ ചില രീതികൾ. അതിൽ രണ്ടെണ്ണം ഞാൻ പറഞ്ഞുവിടാം, വിശദീകരിക്കുന്നില്ല. worship out of fear is wrong. ഭയത്തിൽ നിന്നുളവാകുന്ന ആരാധന തെറ്റാണ്. ഭയത്തിൽ നിന്നുളവാകുന്ന ആരാധന. ഉദാഹരണത്തിന്, പലരും സഭയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ബൈബിള് വായിക്കുന്നതും ദശാംശം കൊടുക്കുന്നതും ഒക്കെ ദൈവം കോപിക്കുന്ന പേടിച്ച അത് തന്നെ. അയ്യോ, ദശാംശം കൊടുത്തില്ലെങ്കിൽ ജോലിയിലും ഉള്ള സ്വത്തിലും ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് സംഭവം എല്ലാം തകിടം മറിയും. ഭയത്തിൽ നിന്നാ, തെറ്റാണത്. ജാതീയ ആരാധനകളെല്ലാം ഭയത്തിൽ നിന്നാണ് ഉളവാകുന്നത്. അതുകൊണ്ടാണ് ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ പോലും അവർ ദൈവങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ളതും. അവയെ കണ്ടെങ്കിലും ആൾക്കാര് ഭയപ്പെട്ട് കുമ്പിടണം. പണ്ട് വി എ തോമസ് സാർ പറഞ്ഞതുപോലെ, പള്ളിയിൽ ചെന്ന് എല്ലാ പുണ്യാളന്മാർക്കും ഒരമ്മച്ചി നേർച്ചയിട്ടിട്ട് ഏറ്റവും ഒടുവിൽ ആകൽക്കറുത എന്ന് പറയുന്ന ഒരു പൈശാചിക രൂപത്തിന് വേണ്ടി ഭയപ്പെടുത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന രൂപം അത്. പക്ഷെ അതിന് മുമ്പിലും കൊണ്ടുവന്ന് നേർച്ച. ആരെയും വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച, ആരെയും വെറുപ്പിക്കണ്ട. കപ്പിയാർ ചോദിച്ചു, അമ്മച്ചി ബാക്കിയുള്ള പുണ്യാളന്മാർക്കൊക്കെ കൊടുത്തത് മനസ്സിലായി, ഈ ആകൽക്കറുതായിക്ക് എന്തിനാ 10 പൈസ ഇട്ടേ? അപ്പൊ അമ്മച്ചി പറഞ്ഞു,
എടാ മോനെ, ആർക്കറിയാം ഇനി ചത്തു കഴിഞ്ഞ് ഇവന്റെ അടുത്തോട്ടാ പോകുന്നതെങ്കിൽ അന്ന് ഇവൻ എന്നെ ഒന്നും ചെയ്യണ്ട, അന്ന് തള്ളേ നീ വന്നിട്ട് എനിക്കൊന്നും തന്നില്ലെന്ന് പറയരുത്, അതുകൊണ്ട് ഞാൻ അവനും കൂടെ 10 പൈസ കൊടുത്തതാണെന്ന് ആ അമ്മച്ചി പറഞ്ഞു. അപ്പൊ ഭയത്തിൽ നിന്നുളവാകുന്ന ആരാധന. ആവർത്തന പുസ്തകത്തിൽ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ സൈന്യങ്ങളെ എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ എന്നർത്ഥം, അവയെ കണ്ടിട്ട് നീ ഭയന്ന് അവയെ ഒന്നും കുമ്പിടരുത്, അവയെയൊക്കെ ഞാൻ എല്ലാ ജാതികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. അപ്പം അതിനെ കണ്ട് ഭയപ്പെട്ട് ആരാധിക്കരുത്. ഭയത്തിൽ നിന്നല്ല ആരാധന ഉളവാകേണ്ടത്. സ്തോത്രം. രണ്ടാമത്തെ, വേറെ പലതുണ്ട്, പക്ഷെ രണ്ടാമത്തെ ഒരെണ്ണം കൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. രണ്ടാമത്തെ തെറ്റായ ആരാധന, wrong way of worship is with selfish material motives. ഭൗതികമായ നേട്ടങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള തെറ്റായ മോഹങ്ങൾ വെച്ചുകൊണ്ടുള്ള ആരാധന, അതും തെറ്റാണ്. With wrong selfish material motives. Yeah, for that, to receive that, people may be using flatterings. അതിന് ചിലപ്പം ദൈവത്തെ അങ്ങ് പുകഴ്ത്തും. ആൾക്കാരെ വിചാരിക്കുന്നത് ഈ നേതാക്കന്മാരെ പൊക്കുമ്പോൾ അവരങ്ങ് പൊങ്ങുന്നത് പോലെ ദൈവത്തെ പൊക്കുമ്പോൾ ദൈവം അങ്ങ് പൊങ്ങുമെന്ന. വെറുതെ. നീ എന്ത് പറഞ്ഞാലും നമ്മുടെ പൊക്കലിലൊന്നും പൊങ്ങുന്നവനല്ല നമ്മുടെ ദൈവം. We cannot manipulate God. ദൈവത്തെ ഒരു തരത്തിലും നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. കുപ്പിയിലിറക്കാനൊക്കത്തില്ല ദൈവത്തെ. സ്തോത്രം. നമ്മുടെ ആരാധനകൾ പലതും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. വേറെ തെറ്റായ പല രീതികളുണ്ട്, പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഈ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് 2 കാര്യങ്ങൾ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ശരിയായ ആരാധന നമുക്കിവിടെ കാണാം. സ്തോത്രം. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ്, ദൈവം നമുക്ക് വേണ്ടി തന്ന ദൈവപുത്രൻ, നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട യേശുവിന്റെ പുണ്യാഹ രക്തം, ഈ ദാനങ്ങളിൽ നാം സന്തോഷിക്കുക, അവയ്ക്ക് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. മറ്റൊന്ന്, നമ്മുടെ ദൈവത്തിന്റെ യോഗ്യത, സ്തോത്രം, വർദിനെസ്, അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുക. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? സ്തോത്രം. സംശയങ്ങൾ ഇല്ലെന്ന് കരുതുന്നു. Praise God. സ്തോത്രം. എങ്കിൽ അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. സ്തോത്രം. അപ്പോൾ ഒന്ന്, 4 ജീവികളും 24 മൂപ്പന്മാരും കർത്താവിനെ നമസ്കരിക്കുന്നു. 2, വീണ്ടെടുക്കപ്പെട്ടവരുടെ ആ വീണ്ടെടുപ്പിൻ ഗാനത്തോട് ചേർന്ന് സകല ദൂതന്മാരും സന്തോഷ ഉല്ലാസ ഘോഷത്തോടെ ഉച്ചസ്വരത്തിൽ കുഞ്ഞാടിനെ വാഴ്ത്തുന്നു.
സ്തോത്രം. അതിനുശേഷം 13ഉം 14ഉം വാക്യം കൂടെ വായിച്ചാട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്തോത്രം. ഇവിടെ നമ്മൾ ആരാധനയുടെ അടുത്ത തലം കുഞ്ഞാടിനെ നമസ്കരിക്കുന്നതിൽ എല്ലാ സൃഷ്ടികളും പങ്കുചേരുന്നു. അതിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചായിരുന്നല്ലോ. സൃഷ്ടി എങ്ങനെ ദൈവത്തെ വാഴ്ത്തുന്നു എന്നുള്ളത് ഓർമ്മ കാണും. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. എല്ലാ സൃഷ്ടികളും ജീവനില്ലാത്ത സകല സൃഷ്ടികളും ചരാചരങ്ങൾ ജീവനുള്ളവയും ഇല്ലാത്തവയും ഉൾപ്പെടുന്ന മുഴു സൃഷ്ടികളും എങ്ങനെ ദൈവത്തെ വാഴ്ത്തുന്നു. ആത്മാവുള്ളതും ആത്മാവില്ലാത്തതും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും എങ്ങനെ. 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? The heavens declare the glory of God. The skies proclaim the work of his hands. Of course. So how do they declare? By their beauty and ആ ഒരു sense of wonder create ചെയ്യുന്നതില് glory goes to God. Okay. അതിനായിരുന്നു നമ്മൾ പറഞ്ഞത് 2 കാര്യങ്ങളിൽ. ഒന്ന്, by their existence itself they glorify the creator. ഒരു ചിത്രരചന, ഒരു ചിത്രം, ഒരു ബിൽഡിംഗ്, ഒരു ഉപകരണം, അതിൻ്റെ മനോഹാരിത കൊണ്ടും അസ്തിത്വം കൊണ്ടും അതിൻ്റെ രചയിതാവിനെ, ഡിസൈനറിനെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. അവയ്ക്ക് ജീവനില്ല, ശരിയാ. വെറും ഒരു പേന. പക്ഷേ ചില സമയത്ത് നമുക്കിതിൻ്റെ ഉപയോഗം വളരെയധികമായിട്ട് ഉണ്ടാകും, ഉപകാരപ്പെടും. ഇതിൻ്റെ വെറും അസ്തിത്വത്തിലൂടെ, ഈ പേന ഉണ്ടാക്കിയ ആള്, ഈ കമ്പനി, നമ്മൾ അതിനെ പുകഴ്ത്താൻ തുടങ്ങും. വെറും ആസ്തിക്യത്തിലൂടെ. ഇതിൻ്റെ നിർമ്മാതാവിനെയോ കമ്പനിയെയോ ഡിസൈനറിനെയോ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല വാക്കുകൾ കൊണ്ട്. കാരണം ഇവയ്ക്ക് ജീവനില്ല. ജീവനില്ലാത്ത ഈ വസ്തു പോലും അതിൻ്റെ നിർമ്മാതാവിന് മഹത്വമാണ്. മറ്റൊന്ന് നമ്മൾ കണ്ടു, by fulfilling the creational purpose. ഓരോ സൃഷ്ടിയും സ്രഷ്ടാവ് അതിനെ സൃഷ്ടിച്ച ഉദ്ദേശം നിവർത്തിക്കുന്നതിലൂടെ സ്രഷ്ടാവിനെ വാഴ്ത്തുന്നു. അപ്പോൾ 2 തരത്തിൽ. ഒന്ന്, സകല സൃഷ്ടിയും അതിൻ്റെ അവയുടെ അസ്തിത്വത്തിലൂടെയും. 2, അവയുടെ സൃഷ്ടിപരമായ ഉദ്ദേശ നിവൃത്തിയിലൂടെയും സ്രഷ്ടാവിനെ വാഴ്ത്തുന്നു. സ്രഷ്ടാവിനെ വാഴ്ത്തുന്നു. ഇത് നമ്മൾ 4ഉം 5ഉം അധ്യായങ്ങൾ പഠിച്ചു തുടങ്ങിയ സമയങ്ങളിൽ പറഞ്ഞതായിരുന്നു. ആവർത്തിച്ചപ്പോൾ ഒരുപക്ഷെ ഓർമ്മ വന്ന് കാണും. അതോ പിന്നെ വന്നതൊക്കെ കൂടെ വന്ന് മൂടി മറന്നുപോയോ?
സ്തോത്രം. അപ്പോൾ സകല സൃഷ്ടികളും, പിന്നെ സർവസൃഷ്ടികളും ദൈവത്തെ വാഴ്ത്താൻ ഒരു കാരണവും കൂടെ ഉള്ളതായി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. റോമർ 8:19 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്നും സർവസൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവപുത്രന്മാർ, വീണ്ടെടുക്കപ്പെട്ടവർ വീണ്ടെടുപ്പുകാരനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടുന്നത് കാണാൻ സകല സൃഷ്ടിയും കാത്തിരിക്കുന്നു. കാരണം സകല സൃഷ്ടിക്കും ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും മായയിൽ നിന്നുള്ള വിമോചനവും വേണം. സ്തോത്രം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഒന്നിലധികം പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് കുഞ്ഞാടിന്റെ ആരാധനയിൽ 4 ജീവികൾ, 24 മൂപ്പന്മാർ, വിശുദ്ധ ദൂതന്മാർ, എണ്ണമറ്റ ദൂതസംഘം, പിന്നെ സകല സൃഷ്ടിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്, പങ്കുചേരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഇത്രയും വ്യക്തമായോ? Yes. സ്തോത്രം. Okay, thank you. എങ്കിൽ നമുക്കും ഈ സ്രഷ്ടാവിനെ സന്തോഷത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ കർത്താവിനെ നേരിൽ കാണുവാനുള്ള വാഞ്ഛയോടെ നമ്മുടെ ശിഷ്ടകാലം കഴിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.